നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കേറ്റ തിരിച്ചടിക്ക് കാരണം ന്യൂനപക്ഷ സമുദായത്തിന്റെ പിന്തുണയില്ലാത്തതാണെന്ന് വ്യക്തമാക്കി മുതിർന്ന ബിജെപി നേതാവ് സുവേന്ദു അധികാരി. നിലവിലെ സാഹചര്യത്തിൽ സബ്കാ നാഥ് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം അനാവശ്യമാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഹം ഉൻകെ സാത്ത് ഹോ ഹമാരെ സാത്ത്, നമ്മുടെ കൂടെയുള്ളവർക്കൊപ്പമാകും നമ്മൾ എന്ന മുദ്രാവാക്യമാണ് അഭികാമ്യം. നിലവിൽ ന്യൂനപക്ഷ മോർച്ച പാർട്ടിക്ക് ആവശ്യമില്ല, ബിജെപി സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ സുവേന്ദു പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് സാധ്യമല്ല. സംസ്ഥാനത്ത് അസ്വസ്ഥ ബാധിത നിയമം നടപ്പാക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ താൽപ്പര്യമില്ല. തെരഞ്ഞെടുപ്പിൽ ജനഹിതം അനുകൂലമായാൽ ഞങ്ങൾ അധികാരത്തിൽ വരും. എന്നാൽ അതിനായി സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം, അദ്ദേഹം പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ വോട്ടർമാരിൽ 30% മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ്. പശ്ചിമ ബംഗാളിലെ 91% മുസ്ലിം വോട്ടർമാരും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്തപ്പോൾ അവരിൽ 95% പേരും അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ കാര്യം തന്നെ ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില കാര്യങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഒന്നാമതായി, TMC അഴിച്ചുവിട്ട ഭീകരവാഴ്ച കാരണം ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് വേദി പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നില്ല. പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നതാണ് രണ്ടാമത്തെ തിരിച്ചറിവ്, അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്തെ തിരിച്ചറിവ്, ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിനെ CPM സഹായിച്ചു എന്നതാണ്. അതിനാൽ പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കൾക്ക് ബോധമുണ്ടാകണം. അവർ ഒന്നിച്ചില്ലെങ്കിൽ ഭാവിയിൽ പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾ തന്നെ ഉണ്ടാകില്ല, അദ്ദേഹം പറഞ്ഞു. സമാനമായ അഭിപ്രായവുമായി ഉത്തർപ്രദേശിലെ BJP MPയും കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. സർക്കാർ പദ്ധതികൾ മുഴുവനും യാതൊരു വിവേചനവും ഇല്ലാതെ ലഭ്യമായിട്ടും ഇസ്ലാം മതവിശ്വാസികൾ BJPയെ അകറ്റി നിർത്തുകയാണ്. ഇനിയും എന്തിനാണ് BJP അവരുടെ പിറകെ പോകുന്നത് എന്ന ചോദ്യവുമായാണ് BJP MP രംഗത്ത് വന്നത്. ഇനി എന്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ മാത്രമേ ഞാൻ ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം പശ്ചിമ ബംഗാളിലെ ഇസ്ലാമികവൽക്കരണം ഒരു വസ്തുതയാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് BJP വക്താവ് അമിത് മാളവിയും രംഗത്ത് വന്നു. പശ്ചിമ ബംഗാളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു അമിത് മാളവിയുടെ പരാമർശം. BJPയുടെ പ്രധാന കേന്ദ്രമായ റായ്ഗഞ്ച് ഉപതെരഞ്ഞെടുപ്പിലെ ബൂത്ത് പ്രിസൈഡിംഗ് ഓഫീസർമാരിൽ 99% മുസ്ലിങ്ങളായിരുന്നു എന്നത് യാദൃശ്ചികമല്ലെന്ന് അദ്ദേഹം എക്സ് പോസ്റ്റിൽ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് വഴി നടപ്പിലാക്കിയ ബംഗാളിലെ ഇസ്ലാമികവൽക്കരണം ഒരു യാഥാർത്ഥ്യമാണ്, അദ്ദേഹം തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.